പതഞ്ഞു പൊന്തും ലഹരി കടിപ്പെടുത്താനായി നമുക്ക് ചുറ്റും കഴുകൻ കണ്ണുകൾ ഒളിഞ്ഞിരിക്കുക നിന്ന് അടുത്തുകൂടി അറിയാതകപ്പെടുത്തി പിന്നെ ഒഴിഞ്ഞു പോകുവതാരുടെ ജന്മം തിരിച്ചറിയുക നാം. രസിച്ചിടും ആദ്യം അടിമുടി തളർത്തിടും അതിവേഗം തിരിച്ചു പോകാൻ തിരസ് മാത്രം കരുതിയിരിക്കുക നാം. ധരി 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 ബനി ധനി ബനി ധനി ബനി ധനി ബനി ധനി ബനി നി ധരി ബനി ധരി ബനി നി ധരി നി ധരി ബനി ധരി ബനി ധരി ബനി ധരി മ ധരി മ ബ ധരി മ ബ ധരി മ ബ ധരി മ ബമരി മരി ധരി ധനി ധനി ബനി ബ ബ ബമരി മരി ധരി ധനി ധനി ബനി ബ ധരി മരി മ ബ ബനി ബനി ധനി ധ മരി ധ Pamari mari zari zani zani bani ba 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 pamari mari zari zani zani bani ba ma ba sari mari ma ba ma bani bani zani za mari za. അറിവിനലകളാൽ ഇരുളുമാറ്റിടാം ഒരുമയോടെ നീങ്ങാം. അറിവിനലകളാൽ ഇരുളുമാറ്റിടാം ഒരുമയോടെ നീങ്ങാം. പൊരുതി നിന്നിടാം ഉണർവു നൽകിടാം മനുജരായി മാറാം. നാമല്ലാതെ നമുക്കാരും കൈകോർക്കാം ഈ നാടിനായി. നാമല്ലാതെ കൈകോർക്കാവി നാടിനാ. നിങ്ങളിപ്പോൾ കാതോർത്ത ഈ ഗാനം പ്രശസ്ത പിന്നണി ഗായകൻ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സെലിബ്രിറ്റിയും ജഡ്ജുമായ ശ്രീ മധു ബാലകൃഷ്ണൻ തൻ്റെ തനതു ശൈലിയിൽ ആലപിച്ചതാണ്. ലഹരിക്കെതിരെയുള്ള ഈ പ്രതിഷേധം ഗാനം നമ്മുടെ CVV മ്യൂസിക്കൽ ബാൻഡ് അതിമനോഹരമായി ആലപിച്ചിരിക്കുന്നു. ആദർശൻ ടീമിന് വലിയൊരു കയ്യടി. മയക്കുമരുന്ന് ഉപയോഗം ഇന്ന് വലിയൊരു പ്രതിസന്ധിയാണ്. ഇത് യുവജനജീവിതങ്ങൾ നശിപ്പിക്കുകയും കുടുംബങ്ങളെ വിഭജിക്കുകയും സമൂഹങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു. അതിനെ തടയാനുള്ള ആദ്യത്തെ വഴി അവബോധനം സൃഷ്ടിക്കലാണ്. Yes, awareness is the first step to prevention, and that exactly why we, Chinmaya Vishwa Vidyapeeth, a university deeply rooted in values and holistic education, has taken up this noble mission. അടുത്തത് ചിന്മയ വിശ്വവിദ്യാപീഠം കൽപ്പിത സർവകലാശാല വിദ്യാർത്ഥികൾ ഈ പരിപാടിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഡാൻസ് ഡ്രാമ. ഹായ് ട്രിഷ, ഹായ് നതാഷ. ദേ അവൾ എത്തി. എന്തൊക്കെയുണ്ട് വിശേഷം? നീ എന്തിനാ ഞങ്ങളോട് സംസാരിക്കാൻ വരുന്നത്? നീ ഞങ്ങളുടെ ഫ്രണ്ട് ഒന്നുമല്ല. നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്. നിനക്കൊരു ക്ലാസ്സും ഇല്ല, സ്റ്റൈലും ഇല്ല, കാണാൻ ഭംഗി പോലും ഇല്ല. നീ എന്താ ഇട്ടിരിക്കുന്നേ? വെറുതെ അല്ല നിന്നെ ആർക്കും വേണ്ടാത്തെ. ജെന്നി, ഈ സമയത്താണ് വീട്ടിൽ വന്നു കയറുന്നത്? സോറി അമ്മേ, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു. നിന്നെ നോക്കി വന്നതുകൊണ്ട് എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ പാർട്ടി പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ സോറി പറഞ്ഞില്ലേ? അമ്മയ്ക്ക് ഏത് നേരം ഒരു പാർട്ടി. എന്നോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? ഞാൻ നിന്റെ അമ്മയാണ്. എന്നോട് ഒച്ച എടുക്കണ്ട, ഇനി ഒന്ന് ഒറ്റയ്ക്ക് വിട്. ജെനി, നീ എവിടെയായിരുന്നു? നിനക്ക് എന്റെ വീട്ടിലെ കാര്യമൊക്കെ അറിയില്ലേ? സമയം പോയത് ഞാൻ അറിഞ്ഞില്ലടാ. നീ നല്ല സ്ട്രെസ്ഡിലാണല്ലോ. നിന്റെ സ്ട്രെസ് ഓർക്കാൻ ഞാൻ ഒരു സാധനം തരാം. ഇതോ?
ഈ വിഷമൊന്നും എനിക്ക് വേണ്ട. വിഷമോ? നിനക്ക് നിന്റെ ഫ്രണ്ടിന് വിശ്വാസമില്ലേ? എടാ അങ്ങനെയല്ല. നിന്റെ ഈ സ്വഭാവം മാറ്റിയിട്ട് ഇനി എന്നെ വിളിച്ചാൽ മതി. എന്റെ വില വജ്രങ്ങളെക്കാൾ മൂല്യമുള്ളതാണ്, സ്വർണത്തെക്കാൾ വിലയേറിയതാണ്. എന്നെ ഉപയോഗിച്ചതിനു ശേഷം നീ ഒരിക്കലും പറയരുത് എന്റെ ശക്തിയെ പറ്റി അറിയില്ല എന്ന്. എനിക്ക് ആവശ്യമെങ്കിൽ ഞാൻ എവിടെയും ഉണ്ടാകും. സ്കൂളുകളിലും നഗരങ്ങളിലും ഞാൻ വാസം ചെയ്യും. ഒടുവിൽ നിന്റെ ആത്മാവിനെ ഞാൻ കവർന്നെടുക്കും. ഇനി ഞാൻ അണിയറയിലെ വില്ലൻ, നീ എന്റെ അടിമ. നിന്റെ കല്ലറയിലേക്ക് ഇതാ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ജെനി, നീ ഓക്കെ ആണോ? ജെനി, നിനക്ക് എന്താ പറ്റിയത്? അമ്മേ, അമ്മേ ഒന്ന് ഓടി വന്നേ. അമ്മേ, അമ്മേ. എന്താ മോളെ? അമ്മേ, ജെനി ഒന്ന് നോക്കി അമ്മേ. ജെനി, അവൾക്ക് എന്തോ പറ്റി. നിനക്ക് എന്താ പറ്റിയേ? നീ എന്താ ഇങ്ങനെ? അമ്മ, എല്ലാം പഴയതുപോലെ ആയിരുന്നെങ്കിൽ. അമ്മയുടെ സ്നേഹം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അമ്മയ്ക്ക് അറിയോ, എനിക്കൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിവിടെ ആരും ശ്രദ്ധിച്ചില്ല. എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഒരു കോമാളിയായി. അമ്മ പറഞ്ഞില്ലേ അമ്മ എന്നോടൊപ്പം ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് ആവശ്യമുള്ളപ്പോ എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ ഒറ്റപ്പെടൽ വെറുപ്പായി മാറി. അതാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അമ്മ എന്നോട് ക്ഷമിക്കണം. എല്ലാം എന്റെ തെറ്റാ. എനിക്കറിയാം, എല്ലാം ഒരുപാട് വൈകിപ്പോയി. മോളെ, നീ എന്നോട് ക്ഷമിക്ക്. എനിക്കറിയാം നിനക്ക് ആവശ്യമുള്ളപ്പോ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടായില്ല. പക്ഷെ ഒന്നും വൈകിട്ടില്ല മോളെ. നീ പേടിക്കണ്ട. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിച്ച ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ട് മോളെ. ലഹരി നിനക്ക് താൽക്കാലിക സുഖം മാത്രമാണ് തരുന്നത്. ലഹരിക്കടിമയാവാതെ ജീവിതത്തിൽ ജയിച്ചു കാണിക്കും മോളെ. Start the formal function with prayer. Ready, 1, 2, 3, start.
वीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै ॐ शान्ति शान्ति शान्तिः सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरम् Shall we start? Then everybody together say no to drugs. മലയാളി ടെലിവിഷൻ ലോകത്ത് ഒരു മാറ്റത്തിന്റെ പേരായാൽ അത് ശ്രീകണ്ഠൻ നായർ. ചോദ്യങ്ങൾ വെക്കുന്നത് മാത്രമല്ല, വാസ്തവം പുറത്തു കൊണ്ടുവരുന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി. വേദി ഏതായാലും വിഷയം എന്തായാലും അഭിപ്രായങ്ങൾ ചേർത്തു നിൽക്കാൻ സ്വന്തം ശബ്ദമുയർത്തുന്ന മാധ്യമവീരൻ നമ്മുടെ സ്വന്തം ശ്രീകണ്ഠൻ നായർ, നാം കണ്ട ടോക്ക് ഷോ കിങ്. സോ പ്ലീസ്. We are honored to have Assistant Executive Director and renowned journalist Vijay Kumar sir. So please. നമ്മുടെ കാലത്തിന്റെ സത്യത്തിന്റെ ശബ്ദം, മാധ്യമരംഗത്ത് അതിന്റെ തിളക്കം പകർന്ന ഉന്മേഷ് ശിവരാമൻ, വാർത്തയ്ക്കൊപ്പവും മനസ്സുകളെ ഉണർത്തുന്ന ഒരു ശക്തമായ മാധ്യമശക്തി, വാർത്തയ്ക്ക് ചൊരിഞ്ഞ കാതൽ, സത്യത്തിന് മുന്നോട്ട് നീങ്ങുന്ന ഒരു അവിശ്രമ ശ്രമം, ഉന്മേഷ് ശിവരാമൻ. സോ പ്ലീസ്. Next, ensuring the holistic development and well-being of students, we welcome Dean of Student Affairs, Sunitha Grandhi ma'am, a mentor dedicated to student success and empowerment. Please ma'am. Bringing expertise and dedication to academic innovation, we have the Deputy Dean of Academics, Manjula Iyer ma'am, whose leadership fosters an enriching learning environment. Please ma'am. Now, we invite to the stage Mr. Sharat Chandran, the Media Director of Chinmaya Vishwavidyapith. Sir, please. On behalf of Chinmaya Vishwavidyapith, Srikandan sir, we would like to give you a token of love. I call upon Anandu for that. While academic excellence is a priority at CVV, social responsibility is equally important. Recognizing the growing dangers of drug abuse among youth, CVV has taken several impactful initiatives to create awareness and preventive strategies. Chinmaya University NSS Wing and Seva 2023 6 മാസം നീണ്ടു നിൽക്കുന്ന ആർജവം പ്രോജക്റ്റ് ചെയ്തിരുന്നു.
കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പോലീസ് ആൻഡ് എക്സൈസിൻ്റെ നേതൃത്വത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കുകയും അതിൽ നിന്ന് 50 തിരഞ്ഞെടുത്ത പേർ കേരളത്തിൽ ഇടനീളമുള്ള 10,000-ലേറെയുള്ള കുട്ടികൾക്ക് അവയർനെസ് നൽകുകയും ചെയ്തു. ഇതുപോലെയുള്ള നിരവധി പരിപാടികൾ വഴി CVV അതിൻ്റെ പോരാട്ടം തുടരുന്നു. It is now time to hear from the inspiring Srikantan sir. Please welcome them as they share their insights with us. My dear students, here we have Sunitha ma'am and also Manjula ma'am. I am very interested to see that an American settled citizen, Sunitha Dendi ma'am, has come here and now staying here for this institution. And I am happy to see Manjula ma'am also. She has been sometimes available and present in our channel for some programs. Thank you. And also other teachers, thank you all. Now I am switching over to Malayalam. Okay, to accommodate all our guys. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളോട് ചില നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് എത്ര ദിവസമായി വിജയ? 11 ദിവസം താണ്ടി നമ്മളിവിടെ മൂവാറ്റുപുഴയിൽ ശരിക്കും ഈ പഞ്ചായത്തിൻ്റെ പേരെന്താ മഞ്ജുളജി? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് പഞ്ചായത്ത്? പാമ്പാക്കുട പഞ്ചായത്ത്. ഞാൻ അറിയുന്നൊരു കാര്യം, പാമ്പാക്കുടയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ MDMA എന്ന രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നതാണ്. നമ്മളിതിൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ നാട്ടുകാരൊക്കെ പറയുന്നു, നിങ്ങൾ കുട്ടികളെ ആകർഷിക്കാനാണ് ഈ രാസലഹരിക്കാർ ശ്രമിക്കുന്നത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ ഇവിടെ ഈ സ്കിറ്റിലൊക്കെ കാണിച്ചതുപോലെ ഒരിക്കൽ നിങ്ങളിതിൽ പെട്ടുപോയാൽ നിങ്ങളിതിൽ അടിപ്പെട്ടു പോവും. നിങ്ങളുടെ ഏറ്റവും നല്ല ഭാവിയൊക്കെ ഇതിൽ ഇല്ലാതെയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ അടിസ്ഥാനപരമായി വാർത്താ അവതാരകരാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ AC റൂമിലൊക്കെ ഇരുന്ന് സുഖമായി വാർത്ത വായിച്ച് കൃത്യമായി ശമ്പളവും വാങ്ങി അവിടെ ഇരുന്നാൽ മതി. ഞങ്ങൾക്കൊന്നും കക്ഷി രാഷ്ട്രീയ ബന്ധമില്ല, പൊതുപ്രവർത്തനമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തുകൊണ്ട് ഇതിനിറങ്ങി തിരിച്ചു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറച്ചധികം കാലമായി 24ൻ്റെ വാർത്തകളിൽ ഒരുപാട് കൊലപാതകങ്ങൾ നിറയുന്നു. ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം, 2 മാസങ്ങൾക്കിടയിൽ 70 കൊലപാതകങ്ങളുടെ വാർത്ത ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. ചിലപ്പോൾ ഞങ്ങൾ അറിയാതെ പോകുന്ന കൊലപാതകങ്ങൾ നാട്ടിൻ്റെ ഓണംകറ മൂലകളിൽ വേറെ ഉണ്ടാകും. എന്തുകൊണ്ട് ഇത്രയധികം കൊലപാതകങ്ങൾ ഈ മണ്ണിൽ കൂടുന്നു എന്നുള്ള ചിന്ത ഞങ്ങൾ ഓരോരുത്തരെയും തളർത്താൻ തുടങ്ങിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് ആഴത്തിൽ ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, കേരളത്തിൽ അതിവേഗം പടരുന്ന സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ ആളുകളുടെ സ്വഭാവം മാറ്റിമറിക്കുന്നു. വല്ലാത്ത ക്രൂരത ചെയ്യാൻ, നൃത്തമായി പെരുമാറാൻ, പെറ്റമ്മയെ കൊന്നു കൊലപ്പെടുത്താനുമൊക്കെ ആളുകൾ തയ്യാറാകുന്നു. സ്വന്തം പിതാവിൻ്റെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കാൻ ആളുകൾക്കൊരു മടിയുമില്ലാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു. നിങ്ങൾക്കറിയാം, അവിടെ ഇവിടെയൊക്കെ ചില അടികലശലും ചില്ലറ സംഘർഷങ്ങളുമൊക്കെ ഉണ്ടായാലും കേരളമെന്ന് പറയുന്നത് സമാധാനപരമായൊരു സ്ഥലമാണ്. ആളുകൾക്ക് സ്വാസ്ഥ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഈ സംസ്ഥാനത്ത് ചെറിയ കുട്ടികളെപ്പോലും ലഹരിക്കടിമയാക്കാൻ ചില ശക്തികൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഞങ്ങളെ ഈ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്. 30 ദിവസം നീണ്ടുപോകുന്നൊരു യാത്രയാണത്. 14 ജില്ലകളിലെ മിക്കവാറും എല്ലാ താലൂക്കുകളും ടച്ച് ചെയ്ത് ഞങ്ങൾ കടന്നു പോകും. ഇതിനിടയിൽ ഏതൊക്കെ പ്രദേശങ്ങളാണ് ട്രബിൾഡ് സ്പോട്ടുകൾ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എവിടെയൊക്കെയാണ് ഈ രാസലഹരി പടരുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതേപോലെ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നും ഞങ്ങളുടെ അന്വേഷണത്തിലുണ്ട്. ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകൻ ചെയ്യുന്നത് പോലെ, ഒരു CD ഓഫീസർ ചെയ്യുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ തേടി പിടിക്കുന്നുണ്ട്. ഇതെല്ലാം
ഈ പരിപാടി അവസാനിച്ച് കാസർഗോഡ് അവസാനിച്ച് കഴിയുമ്പോൾ ഒരു 15 ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കാര്യകാരണ സഹിതം എഴുതി സമർപ്പിക്കും. അതൊരു പ്രബന്ധമായിരിക്കും. PhD തീസിസൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത് പോലെ അത്രയും സംശുദ്ധിയോടെ അത്രയും ആധികാരികതയോടെ ഞങ്ങൾ ഈ പ്രബന്ധം മുഖ്യമന്ത്രിക്ക് കൊടുക്കും. മുഖ്യമന്ത്രി ഈ യാത്ര ആരംഭിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ നിശ്ചിതമായ നിലപാടുകൾ എടുക്കുമെന്ന്. നിങ്ങൾക്കറിയാം, ചില ജില്ലകൾ കടന്നതോടെ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ ആരംഭിച്ച് കൊല്ലം, പത്തനംതിട്ട കടക്കുമ്പോൾ തന്നെ പത്തനംതിട്ട ജില്ലയിലൊക്കെ തന്നെ ഈ രാസലഹരിയുടെ വ്യാപനം വല്ലാതെ കൂടിയിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളുടെ പ്രചാരണം കുറച്ചുകൂടി കടുപ്പിച്ചു. കാരണം നമ്മുടെ ക്യാമ്പസിലേക്ക് എത്തുന്ന കുട്ടികളുടെ മുഖത്തെ ചിരി മാഞ്ഞു തുടങ്ങി. അവർ നിർദ്ദയരുടെ മുഖം ഉൾക്കൊള്ളാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങളിതിൽ ചില നിലപാടുകൾ നിശിതമാക്കി ഞങ്ങളുടെ പ്രചാരണങ്ങൾ കടുപ്പിച്ചു. അതോടെ കേരളത്തിൽ റെയ്ഡുകൾ വർദ്ധിച്ചു. കോഴിക്കോടും കൊച്ചിയിലും മറ്റുള്ള മഹാനഗരങ്ങളിലുമൊക്കെ തന്നെ എക്സൈസും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതിശക്തമായ പരിശോധനകൾ തുടരുകയാണ്. ഒരുപാട് ഉറവിടങ്ങൾ കണ്ടെത്തി, ഒരുപാട് ഒളിത്താവളങ്ങൾ കണ്ടു, ഒരുപാട് ആളുകളെ പിടികൂടി, പല ആൾക്കാരും ജയിലിനുള്ളിലായി. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. കർണാടകം പോലെയുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ ആളുകൾ പോയി ഒരുപാട് MDMA ഈ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു. മലയാളികൾ തന്നെയാണ് ചെയ്യുന്നത്, മറ്റുള്ള ഭാഷക്കാർ കുറവാണ്. നമ്മുടെ നാട്ടിലേക്ക് ജോലി തേടി വരുന്ന തൊഴിലാളികളും ഇത്തരം തൊഴിലാളികൾ എല്ലാവരുമല്ല, കുറച്ച് തൊഴിലാളികളെങ്കിലും ഈ MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരികൾ കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാൻ കാരണമാകുന്നു എന്നുള്ളത് നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ 70 കൊലപാതകങ്ങൾ നടന്ന 2 മാസങ്ങളിൽ 30 കൊലപാതകവും നടന്നത് MDMA കഴിച്ച ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്താണ് MDMA? അതൊരു പഞ്ചസാര പോലെ വെളുത്തൊരു സാധനമാണ്. നിങ്ങൾക്കത് പല രൂപത്തിൽ കിട്ടും കേരളത്തിലിപ്പോൾ. അത് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മനോരോഗിയുടെ ജീവിതം നയിക്കണമെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾ MDMA താല്പര്യപ്പെടാവൂ. ഒരിക്കലെങ്കിലും ഒരു MDMA-കാരൻ അഡിക്റ്റായ ഒരുവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും MDMA പ്രോത്സാഹിപ്പിക്കില്ല. ശരീരം മുഴുവൻ ചതഞ്ഞുടയും, ബോഡിയുടെ ഷേപ്പ് മാറും, കണ്ണുകൾ പുറത്തേക്ക് തള്ളും, ഉറങ്ങാൻ കിടന്നാൽ വല്ലാത്ത ദുസ്വപ്നങ്ങൾ, ഹാലുസിനേഷൻസ്, വേണ്ടാത്ത ചിന്തകൾ, കാട് കയറുന്ന ചിന്തകളും കാട് കയറുന്ന താല്പര്യങ്ങളും ക്രൂരമായ മുഖഭാവവും കയ്യിൽ കൊലക്കത്തിയെടുക്കാനുള്ള ആവേശവുമൊക്കെയാണ് ഒരു MDMA-കാരനെ വ്യത്യസ്തനാക്കുന്നത്. ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ വലിയ ഭാവിയുള്ളവരാണ്. നിങ്ങൾ വന്നിട്ട് ചേർന്നിരിക്കുന്ന ഈ കോഴ്സുകൾ നന്നായി പഠിച്ചാൽ ലോകത്തിൻ്റെ ഏത് കോണിലേക്കും നിങ്ങൾക്ക് ചേക്കേറാം. ഈ മാമൊക്കെ അമേരിക്കയിൽ ജീവിച്ച ആളാണ്. അമേരിക്ക പോലെയുള്ള പല രാജ്യങ്ങളിലും അവരുടെ ചരിത്രം മാറ്റി എഴുതിയതിൽ ഇന്ത്യക്കാർക്കും കേരളത്തിലുള്ള ആളുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കയിലെ നാസ എന്ന് പറയുന്ന ഏജൻസിയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകൾ മലയാളികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ശൂന്യാകാശത്തിലേക്കും ബഹിരാകാശത്തിലേക്കുമൊക്കെ ആളുകൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് വിദേശ നാടുകളിൽ റോളുണ്ട്. സയൻറ്റിസ്റ്റായും ഡോക്ടറായും ഒക്കെ കുപ്പായമിടേണ്ട കുട്ടികൾ അകാലത്തിലെ MDMA പോലുള്ള ലഹരി കഴിച്ച് 4-5 തവണ കൊണ്ട് അഡിക്റ്റായി അവരുടെ ജീവിതം തന്നെ തച്ച് തകർക്കുകയാണെങ്കിൽ ഈ നാടിൻ്റെ ഗതി എന്താവും? നിങ്ങൾക്കറിയുമെന്നറിയില്ല. നിങ്ങളുടെ ക്യാമ്പസിൻ്റെ വരാന്തയിൽ ആരെങ്കിലും ഒരു മിഠായി തരാം, ഒരു കൂൾ മിഠായി പോലെയോ അതല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ രൂപത്തിലോ നിങ്ങൾക്കൊരു മിഠായി തരാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വാങ്ങരുത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ എല്ലാ ദിവസവും പോകുന്ന ആളുകളാണ്. ഈ വാട്സപ്പിലൂടെയും ഇൻസ്റ്റയിലൂടെയും നിങ്ങളെ പരിചയപ്പെടാൻ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ വലയിലാക്കാൻ ഒരുപാട് ആളുകൾ അവതരിക്കും. അവരൊക്കെ പലതും പറയും. വീട്ടിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത സ്നേഹം വച്ച് നീട്ടും. ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. കാര്യം നിങ്ങളുടെ പെറ്റമ്മയുടെയും അച്ഛൻ്റെയും ബാപ്പയുടെയും അപ്പച്ചൻ്റെയും ഒക്കെ സ്നേഹം പകർന്നു തരാൻ ഈ മണ്ണിൽ മറ്റാർക്കും കഴിയില്ല. ഞാനത് ഉറപ്പിച്ച് പറയുകയാണ്. സ്വന്തം ചോര കുഞ്ഞിന് കൊടുക്കുന്ന വാത്സല്യം മറ്റൊരാൾ പകർന്നു തരും എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. വാട്സപ്പിൽ നിങ്ങൾ പരിചയപ്പെടുന്ന ആളുമായി ഒരുപാട് ബന്ധം സ്ഥാപിക്കുമ്പോൾ അയാൾ ഒരു ചതിക്കുഴി തീർക്കും. അതിലേക്ക് നിങ്ങൾ മുഖമിടിച്ച് വീഴും. പിന്നെ നിങ്ങൾക്ക് ലഹരി പദാർത്ഥം തരും. അതോടെ നിങ്ങളുടെ ജീവിതം പോയി കിട്ടും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അപരിചിതരായ ആൾക്കാരുമായി അപകടം പിടിച്ചൊരു കാലത്ത് നിങ്ങൾ ചങ്ങാത്തം വയ്ക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അധ്യാപകരോട് പറയുക, അതല്ലെങ്കിൽ വീട്ടിൽ പറയുക. കേരളത്തിലിപ്പോൾ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട്
അവർക്ക് മറ്റുള്ള ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് താല്പര്യം. കോളേജുകളിലും അങ്ങനെ തന്നെയാണ്. അധ്യാപകരോട് മനസ്സ് തുറന്ന് പറയാൻ കുട്ടികൾ തയ്യാറാകുന്നില്ല. ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയതിന് ശേഷം പല സ്ഥലങ്ങളും കണ്ടു. ഇത്തരം MDMA വിൽക്കുന്ന കോളേജ് വരാന്തകൾ കണ്ടു, കോളേജിനുള്ളിലെ പെൺകുട്ടികളെ കണ്ടു. ഈ നാട്ടിലിപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്കും ഇതിൽ താല്പര്യം വന്ന് തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങൾക്കറിയും പോലെ ആദ്യം നമുക്കൊരു തമാശയൊക്കെ തോന്നും ഇത് കഴിച്ചു തുടങ്ങുമ്പം. പക്ഷേ ഈ ലഹരി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തലച്ചോറ് പുകഞ്ഞു പോവും, തലച്ചോറില്ലാതാകും. നിങ്ങളുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിയൊക്കെ തന്നെ ഇല്ലാതായി പോകും. ഏറ്റവും അപകടം പിടിച്ച ലഹരിയാണ് സിന്തറ്റിക് ലഹരി എന്ന് പറയുന്നത്. ആ ലഹരി നിങ്ങൾ ഒരു കാരണവശാലും കൈകൊണ്ട് തൊടില്ല എന്നിവിടെ പ്രതിജ്ഞ ചെയ്യണം. കാരണം ഈ മണ്ണിൽ ഒരു 75-80 കൊല്ലക്കാലം ജീവിക്കാൻ അവസരം കിട്ടിയ നിങ്ങളുടെ ജീവിതം ചിലപ്പം 7 കൊല്ലമായി ചുരുങ്ങിപ്പോവും, ചിലപ്പം പരമാവധി 12 കൊല്ലം. 7 കൊല്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വിചിത്രമായ സ്വഭാവങ്ങൾ കാണിക്കുന്നൊരു മനോരോഗിക്ക് എന്ത് അവസ്ഥയുണ്ടോ അതേ മാനസിക ശാരീരിക അവസ്ഥയിലേക്ക് ഒരു MDMA രോഗി മുഖം കുത്തി വീഴും. നിങ്ങൾ ഇപ്പോൾ 1-2 കുട്ടികളായിരിക്കും ഒരു വീട്ടിലുള്ളത്. ഈ കുട്ടികളെ താലോലിച്ച് വാത്സല്യത്തോടെ വളർത്തിയ പിതാക്കന്മാർ, മാതാപിതാക്കൾ, അവരെല്ലാം തന്നെ ദുരന്തത്തിലേക്ക് വീഴും നിങ്ങളിങ്ങനെ വഴിതെറ്റിപ്പോയാൽ. അതുകൊണ്ട് കേരളത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ MDMA ഒക്കെ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അന്തർദേശീയ ബന്ധങ്ങളുണ്ട്, അന്തർദേശീയ മാഫിയ ശൃംഖലകളുണ്ട്. ഈ ശൃംഖലയിൽ ഏതെങ്കിലും പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഏതെങ്കിലും താൻസാനിയയിലോ ഏതെങ്കിലും രാജ്യത്ത് ഇരുന്നു കൊണ്ട് ഈ അച്ചുതണ്ട് നിയന്ത്രിക്കുന്നവന് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, പരമാവധി പണം ഉണ്ടാക്കുക. നിങ്ങളുടെ കുരുന്നുകളുടെ ജീവിതം കുരുതി കൊടുത്താലും അവർക്ക് പണം ഉണ്ടാക്കണം എന്നൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിന് ചങ്ങാത്തം കൂടാൻ കുറച്ച് മലയാളികളും. അപ്പോൾ ഈ നാട്ടിൽ 14 ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും ഒരു MDMA രോഗിയെങ്കിലും ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു MDMA രോഗി ഈ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കാസർഗോഡ് ഈ യാത്ര അവസാനിക്കുമ്പോൾ 40 കൊല്ലത്തെ ഒരു മാധ്യമ ജീവിതം ഇങ്ങനെയൊരു നല്ല കാര്യത്തിന് നമ്മൾ ചിലവാക്കുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് തീരുമാനിക്കണം, അവസാനത്തെ MDMA-കാരനും ഈ നാട് വിട്ടുപോകണം. അത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഈ MDMA കൊണ്ട് കോളേജിലെ കുട്ടികളുടെ ഏറ്റവും ചൈതന്യവത്തായ തലച്ചോറ് തല്ലിപ്പൊളിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആൾക്കാരെ വേരോടെ പിഴുതെറിയാൻ നമുക്ക് കഴിയണം. നമ്മൾ കുട്ടികളാണ്. നമ്മൾ കുട്ടികളായതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ MDMA-യുടെ ഗുണമുണ്ടെന്ന് പറയുന്നവർ, കഞ്ചാവിന് ഗുണമുണ്ടെന്ന് പറയുന്നവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നവരാണ്. കഞ്ചാവ് വലിച്ചതുകൊണ്ട് ബുദ്ധിക്ക് വികാസമോ MDMA കഴിച്ചതുകൊണ്ട് നിങ്ങളുടെ തലച്ചോറിന് വളർച്ചയോ ഉണ്ടാകുമെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മറിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാവി എന്ന് പറയുന്നൊരു സാധനം, നിങ്ങൾക്ക് ഈ ഏണിപ്പടികൾ, ജീവിതത്തിൻ്റെ ഏണിപ്പടികൾ കയറിപ്പോകാനുള്ള നിങ്ങളുടെ വളർച്ച എന്നേക്കുമായി വെട്ടി വീഴ്ത്താൻ മാത്രമേ ഇത് ഉപകരിക്കൂ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഞങ്ങൾ ഈ അടുത്തിടെ പോയൊരു കോളേജിൽ, ആ കോളേജിലെ 17 MDMA രോഗികളിൽ 7 പേർ പെൺകുട്ടികളാണ് എന്ന യാഥാർത്ഥ്യം ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. പെൺകുട്ടികൾ സഞ്ചരിക്കില്ല എന്ന് തീരുമാനിച്ച വഴികളിലൂടെ പെൺകുട്ടികളും യാത്ര തുടങ്ങി. കേരളത്തിന് കേട്ടുകഴിവില്ലാത്ത കാര്യമാണിത്. അതുകൊണ്ട് എല്ലാവിധമായ ലഹരികളും നോ എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് കാണിക്കണം. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നിങ്ങളുടെ ലൈഫാണുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവർക്ക് നേടാനുള്ളത് പണവും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താനുള്ളത് നിങ്ങളുടെ ജീവിതവുമാണ്. എന്നേക്കുമായി തകർന്ന് തരിപ്പണമായി പോകണോ, അതോ ജീവിതത്തിൻ്റെ നല്ല സൗകുമാരിയുമൊക്കെ വിദ്യാഭ്യാസ കാലത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചിലവാക്കി നിങ്ങൾ വഴി സഞ്ചരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമുക്കിന്നൊരു പ്രതിജ്ഞയൊക്കെ എടുക്കണം. ഈ പ്രതിജ്ഞ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൽ തീക്കൊള്ളി കൊണ്ട് ഈ ചിന്ത എഴുതിയിടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളെല്ലാവരും നമ്മൾ നടത്തുന്ന ഈ യാത്ര 37-39 ഡിഗ്രി ചൂടിൽ സൂര്യൻ കത്തിയാളുന്ന ഈ സമയത്ത് നമ്മളിങ്ങനെ ഒരു യാത്ര നടത്തണമെങ്കിൽ ആ യാത്രയ്ക്ക് അന്തിമമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്തേ ഉള്ളൂ? നോ ടു ഡ്രഗ്, നോ ടു വയലൻസ്. അക്രമം വേണ്ട, ഡ്രഗുകളും വേണ്ട. ഇതെല്ലാം ആട്ടിപ്പായിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മുടെ വിജയകുമാർ പറയും, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഉന്മേഷ് ശിവരാമനും നിങ്ങളോട് പറയും. ഇവർ പറയുന്ന വാക്കുകൾ നിങ്ങൾ വളരെ അർത്ഥവത്തായി ശ്രവിക്കുക. കാരണം അനുഭവ സമ്പത്തിൽ നിന്നാണ് അവർ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ, നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ, ഈ സ്ഥാപനം നമ്മളോട് ഇത്രയും നല്ല രീതിയിൽ പെരുമാറിയതിലൊക്കെ സന്തോഷമുണ്ട്. ഞങ്ങളെന്നും കടപ്പെട്ടവരായിരിക്കും.
അപ്പോൾ 24 SKN40 എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട്. അപ്പം നിങ്ങളെല്ലാം ഇപ്പോൾ അത് ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ എക്സ്ക്ലൂസീവ് യൂട്യൂബ് ചാനലിൽ ഉണ്ട്. നമ്മുടെ ചാനൽ കൂടാതെ എക്സ്ക്ലൂസീവ് യൂട്യൂബ് ചാനലും നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണുക. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അത് ലൈവായിട്ട് കാണുകയും ചെയ്യാം. അപ്പം ഓവർ ടു വിജയകുമാർ. അപ്പോൾ ഇപ്പോൾ ഒരു പ്രതിജ്ഞ എസ് വിജയകുമാർ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലും. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ചോര കിനിയുന്ന ആത്മാർത്ഥയിൽ നെഞ്ചത്ത് കൈവച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച്, നിങ്ങൾക്ക് അതാ സൗകര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും. വെച്ചിട്ട് നമ്മൾ ഈ പ്രതിജ്ഞ ഇപ്പോൾ എടുക്കുന്നു. എസ് വിജയകുമാർ. നമുക്ക് ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലാം. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നുണ്ട്. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. താങ്ക് യു. എല്ലാവരും ഇരിക്കൂ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ യാത്ര 12 ദിവസം എന്ന് വെച്ചാൽ 13ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. SKN സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓരോ സ്ഥലത്തും ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്നത് സ്കൂളുകളിലും കോളേജുകളിലുമാണ്, ക്യാമ്പസുകളിലാണ്. അവിടങ്ങളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മളുടെ യാത്രയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളതൊക്കെ ക്രോഡീകരിച്ച് ഒരു പുസ്തക രൂപത്തിൽ, ഒരു SKN പറയുന്ന പോലെ ഒരു ഗവേഷണ പ്രബന്ധമായി തന്നെ സർക്കാരിന് നൽകുന്നുണ്ട്. ഞങ്ങളുടെ യാത്ര അവസാനിക്കുമ്പോൾ അത് രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിൽ ചർച്ച ചെയ്യാനും അതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് നടപ്പിലാക്കാനും വേണ്ടി തന്നെയാണ്, വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഞങ്ങൾ ആ റിപ്പോർട്ട് സർക്കാരിന് കൈമാറാൻ പോകുന്നത്. നമ്മൾ നേരിടുന്ന ശത്രു ഒട്ടും ചെറുതല്ല. ഒരുപക്ഷെ ലോകത്തെ എൻ്റയർ മാൻകൈൻഡിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ഇന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ലഹരി മാഫിയ തന്നെയാണ്. കാരണം നമുക്ക് നേരത്തെ പല രോഗങ്ങളെ പറ്റിയും നമ്മൾ പറയുമായിരുന്നു. പക്ഷേ ആ രോഗങ്ങൾക്കൊക്കെ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം, മോഡേൺ മെഡിസിൻ ചികിത്സ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മളുടെ വരുതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് പോവുകയാണ് ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ. അവർക്ക് പ്രവർത്തിക്കാൻ ധാരാളം സ്പേസ് ഉണ്ട്, ധാരാളം വേദികളുണ്ട്. അതൊക്കെ അവർ വലിയ തോതിൽ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ മനുഷ്യ സമൂഹത്തെ അതിൻ്റെ ഏറ്റവും വലിയ ശത്രു ലഹരിയാണ്, ലഹരി മാഫിയ തന്നെയാണ് എന്ന് ഈ ഘട്ടത്തിൽ ഉറച്ചു പറയുന്നതിൽ ഒട്ടും ബുദ്ധിമുട്ടുണ്ടാകില്ല. നിങ്ങൾക്കൊക്കെ അറിയാം ഈ ലഹരി സംഘത്തിൻ്റെ പ്രവർത്തനം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആവർത്തിക്കാൻ, ഒട്ടും ചെറുതല്ല ശത്രു. ഏതാണ്ട് 322 ബില്യനാണ് ഈ ലഹരി മാഫിയയുടെ വാർഷിക വരുമാനം. ഓരോ വർഷവും 60% കൂടുകയാണ് അവരുടെ വരുമാനം. എന്ന് വെച്ചാൽ ഓരോ വർഷവും അവരുടെ ഇൻകം വർദ്ധിപ്പിക്കുകയാണ്. ഒരു 60 മുതൽ 70% വരെ അവരുടെ ഇൻകം വർദ്ധിപ്പിക്കുകയാണ്. ആഗോളതലത്തിൽ അവരുടെ വിപണികൾ അവർ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കേരളത്തിലോ നമ്മൾ നിൽക്കുന്ന എറണാകുളം ജില്ലയിലോ മാത്രം ഒതുങ്ങുന്നതല്ല, ലോകത്തിൽ മുഴുവൻ വേരാഴ്ത്തുകയാണ്. അവർക്ക് ഗവൺമെൻറ്റുകളെ സൃഷ്ടിക്കാൻ കഴിയും, ഗവൺമെൻറ്റുകളെ ഇല്ലാതാക്കാൻ കഴിയും, അവർക്കെതിരെ പ്രവർത്തിക്കുന്ന NGOകളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ, വ്യക്തികളെ തകർക്കാൻ കഴിയും, അവർക്ക് വേണ്ടുന്ന ഗവൺമെൻറ്റുകളെ കൊണ്ടുവരാൻ കഴിയും, അവർക്ക് എന്ത് തരത്തിൽ വേണമെങ്കിലും ലോകത്ത് ഇടപെടാൻ കഴിയും, എന്ത് നശീകരണ പ്രവർത്തനവും നടത്താൻ കഴിയുന്ന അധാർമിക ശക്തികളുടെ ഒരു വലിയ കേന്ദ്രമാണ് ലഹരി മാഫിയ. ഇപ്പോൾ 2018 ഇന്ത്യയിൽ ഇൻ്റലിജൻസ് ബ്യൂറോ IB ഒരു റിപ്പോർട്ട് സംസ്ഥാനങ്ങൾക്ക് നൽകി. അതിൽ അവർ ഉപയോഗിച്ച ഒരു വാക്ക് അത് പിന്നീട് പല പുസ്തകങ്ങളിലും വന്നിട്ടുണ്ട്. ഒനിയൻ സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത്. ഒനിയൻ സോഫ്റ്റ്വെയർ
ഇന്നത് കുറേ കൂടി കോമൺ ആണ്. എന്താണ് ഒനിയൻ സോഫ്റ്റ്വെയർ എന്ന് നിങ്ങൾക്കറിയാം. നമ്മളത് നീക്കുന്നതിനനുസരിച്ച്, അതിൻ്റെ തൊലി കളയുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ദുരൂഹമാവുകയാണ്. അപ്പോൾ ഒനിയൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ആദ്യകാലങ്ങളിൽ ഈ ലഹരി സംഘങ്ങൾ ഈ സൈബർ ലോകത്ത് പ്രവർത്തിച്ചത്. വളരെ വേഗത്തിൽ പുതിയ തലമുറയിലേക്ക് ഈ ലഹരി എത്തിക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ സോഫ്റ്റ്വെയർ വഴി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഡീകോഡ് ചെയ്യാൻ നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ, ഇക്കാര്യത്തിൽ ഈ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, നമ്മുടെ NCB പോലെയുള്ള ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾ, ലോകത്തെ എല്ലാ ഏജൻസികളും ചേർന്നിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ട്. അപ്പോൾ ആ കോർഡിനേഷൻ, ആ ഗ്രൂപ്പ് ഈ ഒത്തരം ഒനിയൻ സോഫ്റ്റ്വെയർ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവർക്ക് ഇപ്പോഴും കാര്യമായി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് ഡീകോഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ സങ്കീർണമാണ് നമ്മളുടെ ഈ സൈബർ ലോകത്തെ ലഹരി വല. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുട്ടികളാണ്. സൈബർ സെക്യൂരിറ്റിയൊക്കെ നമ്മളുടെ ദൈനംദിന പഠന വിഷയമാവുകയാണ്. ഇപ്പോൾ പല എഞ്ചിനീയറിംഗ് കോളേജുകളും സൈബർ സെക്യൂരിറ്റി ഒരു ബ്രാഞ്ചായി തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിലാണ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് സൈബർ സെക്യൂരിറ്റിയൊക്കെ. അപ്പോൾ അത്തരം ഗ്രൂപ്പുകൾക്ക് ഡീകോഡ് ചെയ്യാൻ കഴിയാത്ത ഈ പറയുന്ന ഒനിയൻ സോഫ്റ്റ്വെയറുകൾ 2015 തന്നെ ഈ ലഹരി സംഘങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കൊളംബിയൻ കാർട്ടലുകൾ എന്നൊക്കെ പറയുന്ന ലഹരി ഗ്രൂപ്പുകളെ പറ്റി നിങ്ങൾക്കറിയാം. അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമൊക്കെ അവരുടെ കാര്യം രസമാണ്. ഈ കൊളംബിയൻ കാർട്ടലുകൾ ഓരോ ദിവസത്തെയും ലഹരി വില പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ അവർ ഇന്ന് മെത്തഫെറ്റമിൻ എന്ന് പറയുന്ന ലഹരിയുടെ വില $35,000 ഒരു ഗ്രാമിന് 35,000 രൂപയാണ് എന്നവർ പരസ്യപ്പെടുത്തും. അല്ലെങ്കിൽ എഫ്രഡിൻ എന്ന് പറയുന്ന ലഹരി മരുന്നിൻ്റെ ഇന്നത്തെ വില 25,000 രൂപയാണ് എന്ന് ഇന്ത്യയിൽ അവർ വില പ്രസിദ്ധീകരിക്കും. അങ്ങനെ കൊളംബിയൻ കാർട്ടലുകൾ പോലെ ഒരു മാർക്കറ്റാക്കി അവരെങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. ഇപ്പം ഒരു വലിയ അധോലോക സംഘമാണ്. അവർ ഇതിനായിട്ട് പ്രവർത്തിക്കുക, അതിനായിട്ട് സംഘങ്ങളെ ഉണ്ടാക്കുക, അത് പ്രചരിപ്പിക്കാൻ സ്ഥലങ്ങൾ കണ്ടെത്തുക, അവിടേക്ക് ആളെ അയക്കുക, അവിടേക്ക് റിക്രൂട്ട് ചെയ്യുക, കൂടുതൽ ആളുകളെ അതിൻ്റെ ഭാഗമാക്കുക. അങ്ങനെ നമ്മൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒക്കെ നടത്തുന്ന പോലെയാണ് അത്തരം കാർട്ടലുകൾ പ്രവർത്തിക്കുന്നത്. ഇതുപോലെ ഒരു കാർട്ടലിനെയാണ് അമേരിക്ക 2 ആഴ്ച മുമ്പ് അവർ ഭീകര പട്ടികയിൽപ്പെടുത്തിയത്. അപ്പോൾ ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം നമ്മൾ ഈ പറഞ്ഞ കൊളംബിയൻ കാർട്ടലുകൾ പോലെയൊക്കെയുള്ള കാർട്ടലുകൾ അവർ നമ്മുടെ ദൂരത്തൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിലോ നമ്മുടെ കേരളത്തിലോ ഒക്കെ അതിൻ്റെ ശൃംഖലകളുണ്ട്. അവരാണ് ഈ പറഞ്ഞ അതിമാരക ലഹരി മരുന്ന് നാട്ടിലെത്തിക്കുന്നത്. ഇപ്പോൾ മെത്തഫെറ്റമിൻ എന്ന് പറയുന്ന ലഹരി ഒറ്റ ഉപയോഗത്തിൽ തന്നെ നമ്മൾ അതിന് അഡിക്റ്റ് ആവും. എഫ്രഡിൻ എന്ന് പറയുന്ന ലഹരി നമ്മൾ ഇന്ന് 12 മണിക്ക് അത് ഉപയോഗിച്ചാൽ നാളെ 12 മണിക്ക് ആ എഫ്രഡിൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ശരീരം ദാഹിക്കും, നമ്മുടെ തലച്ചോറിൽ അത് ഒട്ടിപ്പിടിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നാളെ 12 മണിക്ക് നമുക്കത് കിട്ടണം. അപ്പോൾ നാളെ കഴിഞ്ഞ് 12 മണിക്ക് കിട്ടണം. അപ്പോൾ ഇന്ന് കഴിക്കുന്ന അതേ മരുന്ന് നാളെ അതേൻ്റെ 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തെ പ്രേരിപ്പിക്കുന്ന അതിമാരക ലഹരി മരുന്ന് എഫ്രഡിൻ നേരത്തെ ഒരു ചെടിയിൽ നിന്നെടുക്കുന്ന ലഹരിയായിരുന്നു. പിന്നീട് അതിൻ്റെ ഉപയോഗം കൂടിയപ്പോൾ അത് കൃത്രിമമായി നമ്മുടെ ലാബുകളിൽ, എന്ന് വെച്ചാൽ നമ്മുടെ ലാബല്ല, ഈ ലഹരി മാഫിയകളുടെ ലാബുകളിൽ അത് കൃത്രിമമായി ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് ലോകത്തെ ഏറ്റവും മാരകവും വില കൂടിയതുമായ 2 ലഹരി വസ്തുക്കളിൽ ഒന്ന് എഫ്രഡിനും മറ്റൊന്ന് മെത്തഫെറ്റമിനുമാണ് എന്ന് ഈ ലഹരി സംഘങ്ങളെ പറ്റി പഠിക്കുന്ന അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ശത്രു എത്ര വിനാശകാരിയാണ്, എത്ര അപകടകാരിയാണ്, എത്ര വിപുലമായി പ്രവർത്തിക്കുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത്. നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇന്നലെയാണ് ഒരു വാർത്ത. ആ വാർത്ത ഒരുപക്ഷെ നമുക്ക് സങ്കടവും വലിയ രോഷവും ഉണ്ടാക്കും. അതായത് ലഹരി മരുന്ന് വാങ്ങാൻ പണം കൊടുക്കാത്തതിന് അച്ഛനെയും അമ്മയും വീട്ടിൽ കയറി ഒരു മകൻ മർദ്ദിച്ചു. അപ്പോൾ നാട്ടുകാർ അയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അയാൾക്ക് ഏതോ ഒരു ഘട്ടത്തിൽ സ്വബോധം വന്നപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരോട് പറയാണ്, ഞാൻ പെട്ടുപോയി, എന്നെ നിങ്ങൾക്ക് ഇനി രക്ഷിക്കാൻ കഴിയില്ലായിരിക്കും, പക്ഷേ ഇതിൽ ആളുകൾ പെടാതെ നോക്കണം, ഇതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടില്ല, നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുകയുള്ളൂ എന്ന് ലഹരിക്ക് അടിമയായി ചെറുപ്പക്കാരൻ പറയുന്നത് ഇന്നലത്തെ കേരളത്തിലെ മുഴുവൻ ടെലിവിഷൻ ചാനലുകളുടെയും വാർത്താ ചാനലുകളുടെയും വന്നതാണ്. മറ്റൊരു സംഭവം നിങ്ങൾ ഇന്നലെ കാണും, അതും നമ്മളെ വല്ലാതെ ഞെട്ടിച്ചതാണ്. HIV 10 പേർക്കാണ് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ഈ ലഹരി ഉപയോഗിച്ച 10 പേർക്ക് HIV സ്ഥിരീകരിച്ചു. അവിടെ വളരെ മാസീവായിട്ട് ആരോഗ്യവകുപ്പ് പരിശോധന നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. നമ്മളുടെ മുന്നിൽ ഇങ്ങനെ ഉദാഹരണങ്ങൾ നിൽക്കുകയാണ്. നമുക്ക് ബോധവൽക്കരണത്തിൻ്റെ അഭാവമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ദുരന്തം എത്ര വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് എന്നിട്ടും നമ്മളുടെ ഒരു തലമുറയിലെ വലിയൊരു വിഭാഗം അതിലേക്ക് പോകുന്നതെന്ന് നമുക്കറിയില്ല. UN ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി ഉണ്ട്. അവരുടെ പ്രതിവർഷ കണക്ക് നമുക്ക് വായിക്കാൻ കഴിയില്ല. കാരണം ലോകത്ത് ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഇത്തരം രാസലഹരിക്ക് അടിമയാകുന്നവരുടെ കണക്ക് അവർ പുറത്തുവിടാറുണ്ട് അവരുടെ വെബ്സൈറ്റിൽ. അപ്പോൾ UN ഏജൻസികൾ പോലും പറയുന്നത് അവർ തന്നെ പകച്ചു നിൽക്കുകയാണ്.
എങ്ങനെ വിഷയത്തെ ടാക്കിൾ ചെയ്യണമെന്ന് അറിയാതെ അവർ തന്നെ പകച്ചു നിൽക്കുകയാണ്. അതിലെ മെമ്പർ കൺട്രീസിന് ഓരോ വർഷവും അവർ ഈ ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഈ വർഷവും വന്നിട്ടുണ്ട് ആ ഗൈഡ് ലൈൻസ് ഒക്കെ. പക്ഷേ ഈ ഗൈഡ് ലൈൻസ് നമ്മൾ മനുഷ്യർ മാറ്റുന്നതിനനുസരിച്ച് ഈ പറയുന്ന കാർട്ടലുകൾ, ഈ കൊളംബിയൻ കാർട്ടലുകൾ പോലുള്ളവർ അതിനെ പ്രതിരോധിക്കാൻ അവരുടെ പുതിയ മാർഗങ്ങളുണ്ടാവും. അവർക്ക് ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ പുതിയ വഴികളുണ്ടാവും. അങ്ങനെ നമ്മൾ ഉയർത്തുന്ന പ്രതിരോധത്തെ മുഴുവൻ ഭേദിച്ച് നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ മുന്നോട്ട് പോവുകയാണ് ആ ദുഷ്ടശക്തികൾ. അപ്പോൾ അവർക്കെതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നത് കേവലം ബോധവൽക്കരണം മാത്രം കൊണ്ട് നടക്കേണ്ട പോരാട്ടമല്ല. ഒരു ഭാഗത്ത് ഗവൺമെൻറ് ഏജൻസികളുടെ എൻഫോഴ്സ്മെൻറ്റ് അതിശക്തമാകണം. നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഈ പിടിക്കുന്ന 1 ഗ്രാം MDMA 1.5 ഗ്രാം MDMA നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് പിടിക്കുന്ന ഏതെങ്കിലും ഒരു കാരിയർ അല്ല. അയാൾക്കൊക്കെ അപ്പുറത്തേക്കുള്ള വലിയ 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 ശൃംഖലകളിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അത്തരത്തിലൊരു 2-3 പേരെ പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്കെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അവരുടെ ഇന്ത്യയിലെ തുറമുഖങ്ങൾ വഴിയുള്ള അവർ ക്യാച്ച് ഈ വർഷം ഏറ്റവും കൂടിയിട്ടുണ്ട്. ഈ വർഷം തുടങ്ങിയ ജനുവരി മുതൽ തുടങ്ങിയ എന്താണ് നമ്മൾ നിൽക്കുന്ന മാർച്ച് വരെ ആയപ്പോഴേക്ക് തന്നെ അവർ കരുതിയതിനപ്പുറത്തേക്ക് ഈ മുംബൈ, അതുപോലെ മുന്ദ്ര പോർട്ട്, ഗുജറാത്തിലെ പോർട്ട് വഴിയൊക്കെയുള്ള ഈ ലഹരി സംഘങ്ങളെ പിടിക്കുന്നത് കൂടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇത് കൊണ്ടുവരുന്ന സ്ഥലത്തേക്ക് ഈ ഏജൻസികൾക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്താണ് എക്സൈസ് ഉണ്ട്, പോലീസുണ്ട്. നമ്മളൊക്കെ പല ഘട്ടങ്ങളിലും അവരൊക്കെ നിസ്സഹായരായി പോകുന്നതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് കേവലം കേരളത്തിലെവിടെങ്കിലും ഇരുന്നല്ല, എത്രയോ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് നിയന്ത്രിക്കുന്ന ശക്തികളാണ്. അപ്പോൾ അവരിലേക്ക് എത്തുക അത്ര എളുപ്പമല്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളുടെ ചുറ്റുപാടുകളെ സുരക്ഷിതമാക്കി വെക്കുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും എല്ലാവരോടും പറയുന്നത്. അത്തരം സംഘങ്ങൾക്കെതിരെ ഒരു പൊതുജന ജാഗ്രത ഉണ്ടാകണം. സംയോജിതമായ ഒരു നീക്കം നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. നമ്മളുടെ എല്ലാ ക്യാമ്പസുകളിലും ജാഗ്രതാ സമിതികൾ ഉണ്ടാകണം. നമ്മളുടെ കൂട്ടുകാർ, നമ്മളുടെ സഹപ്രവർത്തകരൊന്നും ഇത്തരത്തിലുള്ള വലയിൽ പെടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. നമ്മുടെ ചുറ്റുപാടുകളിൽ ആരും ഇത്തരം രാസലഹരിയുമായി വരുന്നില്ല എന്ന് നമ്മൾ അറിയണം. നമ്മളുടെ വീടുകളിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ അതിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ ഒരിക്കലും പെടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം. കുടുംബ ബന്ധങ്ങൾ നല്ല ഊഷ്മളമാകണം. പരസ്പരം എപ്പോഴും സംസാരിക്കാവുന്ന എന്തു കാര്യങ്ങളും നമ്മളൊക്കെ എന്താണ് നമ്മുടെ ഐഡിയൽ കൺസെപ്റ്റ് അച്ഛനും അമ്മയും നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകണം എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ നമുക്ക് അച്ഛനും അമ്മയും നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി കുട്ടികൾ കാണുന്നുണ്ടോ? അച്ഛനും അമ്മയും മക്കളുടെ സുഹൃത്തുക്കളാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? എന്തും തുറന്നു പറയാൻ പറ്റുന്ന പരസ്പര വിശ്വാസം നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകണം. അതിൻ്റെയൊക്കെ കുറവാണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്കിറ്റ് ആ കുട്ടികൾ കാണിച്ചപ്പോൾ തന്നെ അത് നല്ലൊരു മെസ്സേജാണ് പാസ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരം ഊഷ്മളമായ അടുപ്പമുള്ള കുടുംബ ബന്ധങ്ങളിലൂടെ, അടുപ്പമുള്ള സൗഹൃദങ്ങളിലൂടെ, അടുപ്പമുള്ള വ്യക്തിബന്ധങ്ങളിലൂടെ നമുക്ക് ഇതിനെ ഒരു പരിധിവരെ നമ്മുടെ പടിക്ക് പുറത്തു നിർത്താൻ കഴിയും. അപ്പോൾ ആ ഒരു സന്ദേശം നൽകാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ യാത്ര SKN നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിന് 4 പതിറ്റാണ്ടെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഒരു തരത്തിൽ ഞങ്ങളൊക്കെ ആഘോഷം സംഘടിപ്പിക്കേണ്ട സമയമാണ്. പക്ഷേ അങ്ങനെ ആഘോഷിക്കേണ്ട സമയമല്ല. ന്യൂസ് മുറികളിൽ ഇരുന്നാൽ നമുക്ക് വീട്ടിൽ ചെന്ന ഉറക്കം വരാത്ത തരത്തിൽ നമ്മളെ അലോസരപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും വരുന്നത്. അതുകൊണ്ട് ആഘോഷം വേണ്ട, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. നമ്മൾ പേടിക്കണം, നമ്മൾ ആശങ്കപ്പെടണം. നമ്മൾ പേടിക്കേണ്ട, ആശങ്കപ്പെടേണ്ട, ജാഗ്രത മതിയെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ആ സമയം കഴിഞ്ഞു എന്നതൊരു വലിയ മുന്നറിയിപ്പായി നൽകാൻ വേണ്ടി കൂടിയാണ് ഈ യാത്ര ഞങ്ങൾ SKN നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ഓരോ കോളേജിലും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഊർജ്ജം അത് ചെറുതല്ല. ഇവിടെയും ഞങ്ങൾ ആ ഊർജ്ജം കാണുന്നുണ്ട്. ഒരു വലിയ സന്തോഷമുണ്ട് ഇത്രയും കുട്ടികളെ ഒരുമിച്ച് കാണാനും അവരോട് ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞതിലും. അപ്പോൾ ആ സന്തോഷത്തോടെ ഇവിടെ നിന്ന് കിട്ടിയ ഊർജ്ജം ഞങ്ങൾ തുടർന്ന് ഞങ്ങളുടെ യാത്രകളിൽ വലിയ പ്രചോദനമാകുമെന്ന് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനിയും ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. SKNും S വിജയകുമാറും എന്താണ് ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് സൂചിപ്പിച്ചു. ഒറ്റ കാര്യം മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കാം, സമയം വൈകുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന വലിയൊരു വിപത്തിനെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഈ യാത്ര. ലോകത്തെങ്ങും ഉണ്ടായിട്ടുള്ള മഹത്തായ വിപ്ലവങ്ങളൊക്കെ ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നായിരുന്നു. പിൽക്കാലത്തത് ലോകത്തെ മാറ്റിമറിക്കുന്ന വലിയ പോരാട്ടമായി മാറുകയായിരുന്നു. നമ്മുടെ മുൻപിൽ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. മുല്ലപ്പൂ വിപ്ലവം പോലെ ജനാധിപത്യത്തിൻ്റെ ആഘോഷമായി മാറിയ, പിൽക്കാലത്ത് ആഘോഷമായി മാറിയ വിപ്ലവമൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളും എല്ലാ കാലത്തും അത്തരത്തിലായിരുന്നു.
അടിയന്തരാവസ്ഥ കാലത്തിനെതിരെ ശബ്ദിച്ച വലിയ ചരിത്രമുള്ള ക്യാമ്പസുകളാണ് നമ്മുടെ കേരളത്തിലേത്. എല്ലാ കാലത്തും നമ്മുടെ ക്യാമ്പസുകൾ അത്തരത്തിൽ പുലർത്തുന്ന ഒരു സാമൂഹിക ജാഗ്രതയുണ്ട്. പുതിയ കാലത്ത് ആ ജാഗ്രത നമ്മൾ ഒന്നുകൂടി ഉറപ്പിച്ചെടുക്കുകയും അത് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. രാസലഹരി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്ന, നമ്മുടെ യുവതലമുറയെ ബാധിക്കുന്ന വലിയ വിപത്തായി മാറുന്ന ഈ ഘട്ടത്തിൽ അതിനെതിരെ വലിയൊരു പോരാട്ടത്തിന് നാം എല്ലാവരും സജ്ജരാകേണ്ടതുണ്ട്. കലാലയങ്ങളിൽ നാം അതിന് സജ്ജരാകണം. അതുവഴി നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് ആ സന്ദേശം എത്തിക്കും. അങ്ങനെ സമൂഹം മുഴുവൻ ഈ വലിയ പോരാട്ടത്തിൽ അണിനിരക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ ഈ പരിപാടിയുടെ ഭാഗമായി എത്തിയപ്പോൾ നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നിങ്ങൾ അണിചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ നല്ല സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം. Hello. We are very sorry that there are students from Karnataka, Telugu, Andhra Pradesh and other places, and they could not follow us. And also our great dean is here, and Vice Chancellor is not well, otherwise he would have come here. Actually, we are from a news channel. This is for the students came from other states, especially from Karnataka, Telangana and Andhra Pradesh. Actually, we are from a news channel. Its name is 24, and our aim is we have started this Kerala Yatra only to propagate an idea of leaving MDMA and similar synthetic things forever. And we know that there are people who are conspirators really. These people are behind the young students of Kerala. Whether they have come from Karnataka, Tamil Nadu or Andhra Pradesh, these people are behind you for taking money from you. And also these people may come before your campus. Whenever you happen to see them or whenever they approach you, you just say a big no to drugs and no to violence. For the last 2-3 months, we have been facing a particular situation in Kerala which is known for its peace, culture and tradition. Actually, violence have increased, and the people who consume this kind of things, that also have increased. And MDMA, which is the most dreadful thing that nobody should take in Kerala, that is our motto. So we are making a Padayatra for 30 days across all the districts of Kerala. And our request for you is, you are a generation, you are new gen people, you are 2K kids. Our request is not to accept anything from people who are strangers to you. And also, you interact with your family members fully, and you take love from them, and you take advice from your teachers. We have a feeling, we have some fear also. We have a feeling that if this situation continues in Kerala, a situation will come tomorrow that nobody can escape from this kind of evil influence. There is a feeling and there is a propaganda by certain vested interests across South India that if you take ganja or you take this MDMA, your brain will improve. There is no scientific evidence for that. No person who has some scientific temper will say that this kind of consumption will take you to another world of intelligence. You are a lucky generation. Technology and other kind of scientific developments in the world is very most near to you, and you are accessible to all kinds of developments across the world. So our humble request from a news channel which has been propagating this kind of murders, inhuman behavior on the part of the people, that you should not surrender before this kind of mafia who have evil influence across the world. These are made by this kind of wicked elements only to make money. So you should say no to drug and no to violence. If you revert that, I will be happy. I will repeat once again, no to drug. Tell me, no to drug, no violence. No to drug. Thank you. Thank you, sir. We value your words. They mean so much to us. Now,
inviting Manjula ma'am for the vote of thanks. ഹരി ഓം ഓൾ. ഏറ്റവും ആദരണീയനായ ശ്രീകണ്ഠൻ സർ, ഫ്ലവേഴ്സ് 24 ചാനലിൽ നിന്നും എത്തിയിരിക്കുന്ന ബിഗ് ക്രൂ മെമ്പേഴ്സ്, അവർ ഡീൻ അക്കാഡമിക്സ് ആൻഡ് ഡീൻ സ്റ്റുഡൻറ്റ് അഫയേഴ്സ്, സുനിത മാം, ശരത് സർ, ആൻഡ് ഓൺലൈനിലൂടെ ഫ്ലവേഴ്സിൻ്റെ ഈ പ്രോഗ്രാം ലൈവായിട്ട് കാണുന്ന ലക്ഷോപലക്ഷം വ്യൂവേഴ്സ്, ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഏറ്റവും സുത്യർഹമായ ഒരു കാര്യമാണ് ഫ്ലവേഴ്സ് 24 ന്യൂസ് ചാനൽ ചെയ്യുന്നത്. സാമൂഹിക ജീവികളായ നമ്മളെല്ലാവരും കേരളത്തിൽ ഇന്ന് ഏറ്റവും അഫക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾ റിയലൈസ് ചെയ്തിരിക്കുന്നു. സോ സർ, ചിന്മയ വിശ്വവിദ്യാപീഠം കൽപ്പിത സർവകലാശാലയിലെ എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും ഈ സംരംഭത്തിനായി 100% കൈകോർക്കുന്നു. നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കായി നമ്മളെല്ലാവരും ഒത്തുചേരുന്നതാണ്. നമ്മളുടെ കുട്ടികൾ ഇപ്പോൾ ജസ്റ്റ് പാടിയതുപോലെ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നാമല്ലാതെ നമുക്കാര്. So we all Keralates and we have students from 16 states. Our teacher in me is start working. So we have many faculties from even in India and also abroad. So we all will together and stand together for this great thing. And ഔപചാരികതയുടെ പേരിൽ നമ്മളുടെ പ്രിയങ്കരനായ SKN സാറിനും 24 ചാനലിലെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുന്നതിന് കാണിച്ച വലിയ മനസ്സിനും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. At Chinmaya Vishwavidyapeeth, we stand for values, wisdom, and drug-free tomorrow. Thank you, everyone. We will wind up this event with Chandra Mandra, followed by National Anthem. Signing off from Chinmaya Vishwavidyapeeth. Hari Om. One second. A small gift for you. One more, yeah. Sharath. Okay, National Anthem. Okay. Perform Jeda Kuttigal, please come. Oh, you are a good actress. Yeah. ഇതേ നമ്മ കൈപ്പുണ്യമുള്ള കയ്യാ. അമ്മയുടെ പെർഫോമൻസ് കൊള്ളായി. ഇവിടെ ഈ ആംഗിൾ Can we go for National? ഭയങ്കരമായിട്ട് കോർഡിനേറ്റ് ചെയ്ത 2 ഫാക്കൽറ്റീസ് ഉണ്ടാവും. വിളിച്ചോളൂ. Hari Om. Where's Bindu ma'am? Bindu MP ma'am. Anybody who sees her, please bring her on stage.
National anthem. Please come for prayer. Okay. पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरि ओम श्री गुरुभ्यो नमः हरि ओम National anthem. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नाम